ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ സച്ചി കുളിക്കാനായിട്ട് കയറിയ സമയത്ത് രേവതി സച്ചിക്കിടാനുള്ള ഡ്രസ്സൊക്കെ ബെഡ്റൂമിൽ വെച്ചിട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ചന്ദ്ര കാണുന്നത് രേവതി നല്ല ഹാപ്പി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ചന്ദ്ര രേവതിയെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, സമയം എത്രയായി നോക്ക്, എനിക്കിതുവരെ ഒരു ചായ പോലും ഇട്ട് തന്നില്ലല്ലോ എന്ന് അങ്ങനെ പറയുകയാണ് ചന്ദ്ര ചെയ്യുന്നത്. അപ്പോൾ രേവതി പറയുകയാണ്, 5 മിനിറ്റ് കൊണ്ട് ഞാൻ ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, നിൽക്ക്, നീ എന്താണിത് സ്വർണ്ണക്കടയിലേക്ക് പോകുമ്പോൾ അവിടെ ഡോറ് തുറന്നു വരുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെപ്പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നിനക്കെന്താ വട്ടാണോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ രേവതി അതൊന്നും കാര്യമാക്കാതെ അതൊന്നും മറുപടി ഒന്നും പറയാതെ അമ്മയ്ക്ക് ഇപ്പോൾ ചായ ഇട്ട് തരാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് രേവതി. രേവതി വേറൊരു രോഗത്താണ്. ആരും വഴക്ക് പറയുന്നൊന്നും ചിന്തിക്കുന്നോ ഒന്നും എതിർത്ത് പറയുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. രേവതി ചിരിച്ചുകൊണ്ട് ചായ വെക്കുകയാണ്. വേറെ ഏതോ ഒരു ലോകത്താണ് രേവതി ഇപ്പോൾ. അങ്ങനെ പഞ്ചസാരയൊക്കെ കോരിയിടുകയാണ്. കറക്റ്റായിട്ടൊന്നുമല്ല, ഒരുപാട് കോരിയിടുന്നുണ്ട് ആ സന്തോഷത്തിൽ. അങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ആ സമയത്ത് രവിയേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത് ചന്ദ്രയും ഇരിക്കുന്നുണ്ട്. ചന്ദ്ര രേവതിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, നിനക്കെന്താ, അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് രവി. അപ്പോഴേക്കും രവിയേട്ടനും ചായ കൊടുത്തു, ചന്ദ്രയ്ക്കും ചായ കൊടുത്തു. അപ്പോഴേക്കും ശ്രീകാന്ത് നടന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും ചേട്ടത്തിക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത്. എന്നിട്ട് ചായ എടുത്ത് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്ര ആദ്യത്തെ ചായ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ച് നോക്കിയിട്ട് പറയുകയാണ്, ഇതിന് എന്തൊരു മധുരമാണ്, പഞ്ചസാര മൊത്തം ഇതിലോട്ടിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രവിയേട്ടനും ചായ കുടിച്ചുകൊണ്ട് നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മധുരം കൂടുതൽ ഉണ്ടായിട്ടിരുന്നു, കാരണം കുടിക്കുമ്പോൾ അതൊക്കെ ആ ഒരു എക്സ്പ്രഷനിൽ വരുന്നുണ്ട്. മധുരം കൂടുതൽ ഉണ്ടായിട്ടും രവിയേട്ടൻ രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് പറയുകയാണ്, ഇല്ലല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് ചായ കുടിച്ചിട്ട് ഇതിന് മധുരം കൂടുതലാണല്ലോ എന്ന് പറയാൻ വരുമ്പോഴേക്കും രവിയേട്ടൻ അത് തടുക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനെ അത് പറയാനായിട്ട് അനുവദിക്കാതെ തടയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശ്രീകാന്തും രവിയേട്ടനും കൂടെ ഒരുമിച്ച് നിന്ന് രേവതിയെ സപ്പോർട്ട് ചെയ്യും വിധം പറഞ്ഞു, ഇതിന് മധുരം അധികമൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടാൾക്കും വട്ടാണോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും രേവതിക്ക് സപ്പോർട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. രവിയേട്ടൻ അപ്പോൾ ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. ഹേയ്, നിനക്ക് മധുരം അധികം തോന്നിയോ, എങ്കിൽ അത് തന്നെ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എങ്കിൽ അത് തന്നെ, നിനക്ക് ബ്ലഡിൽ ഷുഗർ ആയിട്ടുണ്ട്, നിനക്ക് ഷുഗർ ആണെന്ന്, അങ്ങനെയുള്ളവർക്കാണ് കുറച്ച് മധുരം കൂടുതലായിട്ട് തോന്നുക എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. നീ സൂക്ഷിക്കണം എന്നൊക്കെ രവിയേട്ടൻ പറയുകയാണ് ചിരിച്ചുകൊണ്ട്. ഈ സമയം രേവതി ഇതൊന്നും കേൾക്കാതെ മറ്റേതോ ലോകത്താണ്. ഈ സമയം ചന്ദ്ര വിട്ടുകൊടുക്കാതെ പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ പറ്റിക്കുകയാണെന്ന്. എന്നിട്ട് ചന്ദ്ര പറയാണ്, ഇതെന്താ തേൻ കുടിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ചായയ്ക്ക് രവിയേട്ടനും ശ്രീകാന്തും ഒരു പേരിടുന്നുണ്ട്, പായസ ടീ എന്ന്. എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, ഇനി ഇതായിരിക്കും റെസ്റ്റോറൻറ്റിൽ ഞാൻ പുതിയ ഡിഷായിട്ട് പരീക്ഷിക്കാനായിട്ട് പോകുന്നതെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ശ്രീകാന്തിന് കൈ കൊടുത്തുകൊണ്ട് ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞ രീതിക്ക്. ചന്ദ്ര വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വഴക്കൊക്കെ പറയുകയാണ് ഇങ്ങനെ ചായയെ പറ്റിയൊക്കെ. അപ്പോഴേക്കും ശ്രുതിയും കൂടെ വരികയാണ്. എന്നിട്ട് എന്താ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ഒരുത്തി ചായ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ചായ കുടിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതിനെന്തൊരു മധുരമാണെന്നൊക്കെ. ശ്രീകാന്തും രവിയേട്ടനും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് മുഴുവൻ ചന്ദ്രയുടെ തലയിൽ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്ര പറയുകയാണ്, നിങ്ങൾക്കാണ് ഷുഗർ കുറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് മധുരം അറിയാത്തത് എന്നൊക്കെ പറഞ്ഞു ആ പ്രശ്നം അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ സമയം സച്ചി ബാത്റൂമിൽ നിന്നും കുളി കഴിയാതെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അച്ഛാ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ സംശയം, ചോദിക്കുകയെന്ന്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എൻ്റെ അച്ഛമ്മയ്ക്ക് അച്ഛൻ എപ്പോഴാണ് പിറന്നത് എന്ന് ചോദിക്കുന്നു. രേവതി ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് മാറി നാണത്തോടെ നോക്കുന്നുണ്ട്. ചന്ദ്രയും ശ്രുതിയും എല്ലാവരും എന്തോ പോലെ നോക്കുന്നുണ്ട് ഇത് കേട്ടിട്ട്. ശ്രീകാന്തിന് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അത്ര പിടികിട്ടിയില്ല. എടാ, എനിക്ക് അറിയത്തില്ലടാ,
അത് അത് എന്ന് പറയുമ്പോൾ അറിയത്തില്ല എന്ന് പറയുമ്പോൾ എങ്കിലും അച്ഛാ അതൊന്ന് നോക്കൂ എന്ന് സച്ചി പറയുകയാണ്. അപ്പോൾ അച്ഛൻ അറിയത്തില്ല എന്ന് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സച്ചി ഓക്കെ അച്ഛാ, എങ്കിൽ ഇത് പറയൂ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എന്നാണ്, നിങ്ങൾക്ക് എത്ര മാസം കഴിഞ്ഞിട്ടാണ് ശ്രുതി ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നു കല്യാണം കഴിഞ്ഞ് ഒരു 11 മാസം ആയപ്പോഴേക്കും അവൻ ജനിച്ചു എന്ന്. 11 മാസമായിട്ടോ, ഇവൻ ഇത്ര പെട്ടെന്ന് വന്നത് ഈ പൈസ മോഷ്ടിക്കാനാണോ, കള്ള എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ നോക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ എനിക്ക് ടെൻഷനായി, എനിക്കൊരു തെറ്റുപറ്റി എന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് രേവതിക്ക് കാര്യം മനസ്സിലായിട്ട് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്ന് മനസ്സിലായി ആ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ് നിങ്ങൾക്ക് ഓട്ടം പോകാൻ ടൈമായി എന്നൊക്കെ, എന്നിട്ട് വേഗം പോയി റെഡി ആവാനൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചി അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ രേവതിയുടെ ദേഹത്ത് ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ സോറി എന്ന് കുറേ സോറി പറയുകയാണ് സച്ചി ചെയ്യുന്നത്. ഇത് കേട്ട് രവിയേട്ടൻ പറയുന്നു ഇതിന് നീ എന്തിനാ ഇത്രയൊക്കെ സോറി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നീ വേഗം പോയി കുളിച്ച് റെഡിയാവ്, എനിക്കും പോകാനുണ്ട് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയം ചന്ദ്ര ശ്രുതിയെ വിളിച്ച് പറയുകയാണ് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ. മോളെ, സച്ചിക്കും രേവതിക്കും ഒരു കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കും കുഞ്ഞ് പിറക്കണമെന്ന് നമ്മുടെ ചന്ദ്ര പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ആൻറ്റി എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരെക്കാളും മുമ്പ് നിങ്ങൾക്ക് കുഞ്ഞ് പിറക്കണമെന്ന് ചന്ദ്ര പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സച്ചി കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഡ്രസ്സ് അലമാരി നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സച്ചിക്ക് ഇട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഡ്രസ്സെല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയുകയാണ് എപ്പോഴും ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണല്ലോ ഇടുന്നതെന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി ഞാൻ എടുത്തു തരാം, ഇനി മുതൽ ഞാനാണല്ലോ എടുത്ത് തരേണ്ടത് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് ആ എടുത്ത് വെച്ചിരിക്കുന്ന തുണി നന്നായി ചേരും, ഡാർക്ക് കളറാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, ഞാൻ കടയിൽ സാധാരണ പോകുമ്പോൾ എനിക്ക് 2-3 ഡ്രസ്സ് വേണമെന്ന് പറയും, അപ്പോൾ അവരത് അവരുടെ ഇഷ്ടത്തിന് തരും, ഞാനത് കൊണ്ടുപോരും എന്ന് സച്ചി പറയുകയാണ്. എനിക്ക് ഇന്ന കളറ് വേണമെന്നോ ഒന്നും ഇല്ല എന്ന് പറയുകയാണ് സച്ചി. എന്നിട്ട് രേവതിയോട് തിരിഞ്ഞു നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ കൈയൊക്കെ കയറ്റി വെച്ച് ഷർട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ് ഇങ്ങനെയല്ല ഇടേണ്ടത്, ഇൻഷർട്ട് ചെയ്തിട്ട് നന്നായി പോകണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചിൻ പറയുകയാണ് എൻ്റെ ജോലിക്ക് ഇങ്ങനെ ചേരില്ല എന്നൊക്കെ. അപ്പോൾ രേവതി പറയുകയാണ് അതിനെന്താണ്, ഡ്രൈവർമാർക്ക് നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല എന്ന് അങ്ങനെയൊന്നുമില്ല, എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണം, ഇൻഷർട്ടൊക്കെ ചെയ്ത് പോകണം എന്നാണ് രേവതി പറയുന്നത്. എന്ത് ജോലി ചെയ്താലും നമ്മുടെ ഡ്രസ്സ് നല്ലതായിരിക്കണം എന്നൊക്കെ രേവതി പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രേവതി സച്ചിക്ക് ഇൻഷർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. രേവതി അങ്ങനെ സച്ചിക്ക് ഇഷ്ടപ്പെട്ട പൂരിയും പൊട്ടറ്റോ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഡൈനിങ് ടേബിളിലേക്ക് എടുത്തുകൊണ്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ഹാളിൽ എല്ലാവരും അവിടെ ഉണ്ട്, അവിടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ തന്നെയുണ്ട്. അങ്ങനെ സച്ചി ഇറങ്ങി വരുന്നത് രേവതിയാണ് കാണുന്നത്. രേവതി വേഗം അച്ഛനെ വിളിച്ചിട്ട് കാണിക്കുകയാണ് അച്ഛൻ അത് നോക്കുമെന്ന്. അപ്പോൾ രവിയേട്ടൻ നോക്കുമ്പോൾ നല്ലോണം ഡ്രസ്സ് ചെയ്ത് കാണുന്നുണ്ട് നമ്മുടെ സച്ചിയെ. അച്ഛൻ പറയുകയാണ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു സച്ചിയേട്ട അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. സച്ചിയുടെ ഡ്രസ്സിനെ കുറ്റം പറയാൻ വായി തുറന്ന് നിൽക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും. രേവതിക്കും ശ്രീകാന്തിനും രവിയേട്ടനും സച്ചിയുടെ ഡ്രസ്സിങ് അടിപൊളിയാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്ര വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയാണ് അതെ ഫ്ലൈറ്റ് ഇപ്പോൾ വരും എന്ന് പറയുകയാണ് ആക്കിയ രീതിക്ക്. ഫ്ലൈറ്റ് ഓടിക്കാൻ പോകുന്നവരൊക്കെ ഡ്രസ്സ് ചെയ്യണോ, ഇങ്ങനെയൊക്കെ ഫ്ലൈറ്റ് ഓടിക്കാൻ പോകുന്നവരൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഒന്ന് ആക്കി പറയുകയാണ് ചെയ്യുന്നത്. കിളയ്ക്കാൻ പോകുന്നവൻ കോട്ടിട്ട് പോകുന്ന പോലുണ്ട് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് രേവതി പറയുകയാണ് ഏത് ജോലി ചെയ്താലും ഡ്രസ്സ് അവനവർക്ക് ചേരുന്ന രീതിയിൽ ഇടുന്നതിന് ഒരു തെറ്റുമില്ല എന്നൊക്കെ രേവതി പറയുകയാണ്. ഡ്രസ്സ് സച്ചിയേട്ടന് നന്നായി ചേരുന്നുണ്ട്, അതിനൊരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ് രേവതി. ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രുതി പറയുകയാണ് അതെ അമ്മ പറയുന്നത് ശരിയാണ്, ചേരാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആണ് പോകുന്നതെന്ന് പറയുകയാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എൻ്റെ ക്യാഷാണെന്നും എൻ്റെ തീരുമാനമാണ് ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ സച്ചി ശ്രുതിയോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട് പക്ഷെ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കട്ട പൈസയ്ക്കാണെന്നും പറയുകയാണ് സച്ചി ശ്രുതിയോട്. അപ്പോൾ ശ്രുതി ചാടി എണീറ്റുകൊണ്ട് പറയുകയാണ് മോഷ്ടിച്ച പൈസയോ എന്തൊക്കെയാണ് പറയുന്നതെന്ന്.
അപ്പോൾ സച്ചി പറയാണ് അതെ അവൻ എനിക്ക് പൈസ തരാനുണ്ടെന്നും അത് തരാനുള്ളിടത്തോളം കാലം അത് അവൻ്റെ പൈസയല്ല എന്നും പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് തല കൊനിച്ച് നിൽക്കുകയാണ് ശ്രുതിയും പിന്നെ ഒന്നും പറയുന്നില്ല. ഈ സമയം രേവതി സച്ചി പോകാൻ നിൽക്കുകയാണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ. അപ്പോൾ പറയുന്നുണ്ട് വെറും വയറ്റിൽ അങ്ങനെ പോകണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതി എന്നിട്ട് പെട്ടെന്ന് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് സച്ചി പോകാൻ നിന്നപ്പോൾ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വീണ്ടും നല്ല ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സച്ചി ചെയ്യുന്നത്. അങ്ങനെ അച്ഛ വാ നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞ് അച്ഛനെയും വിളിക്കുകയാണ് സച്ചി, വാ കഴിക്കാൻ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ശ്രീകാന്തിനെയും വിളിക്കുന്നു. ശ്രീകാന്ത് സുധിയെ വിളിക്കുകയാണ് കഴിക്കാൻ. അപ്പോൾ സച്ചി പറയുകയാണ് വേണ്ട അവന് അസിഡിറ്റി പ്രോബ്ലം ഉണ്ട്, ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ABCD പോലത്തെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞൊന്ന് ആക്കുന്ന രീതിക്ക് സച്ചി പറയുകയാണ്. അപ്പോൾ പെണ്ണ് ഇങ്ങനെയും പറയുന്നുണ്ട്. പെണ്ണും കെട്ടിവന്ന് അവളും പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. എടാ അവനവന് വേണ്ട ആഹാരം കഴിക്കുക പെൺകോന്ത എന്ന് പറയുകയാണ് സച്ചി ഒന്ന് ആക്കുന്ന രീതിക്ക്. ഇതെല്ലാം കണ്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. ശ്രുതിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ആക്കൽ കേട്ടപ്പോൾ കഴിക്കാതെ അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങനെ പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ആഹാരം കഴിക്കാൻ വരാതിരുന്നത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയുള്ള എപ്പിസോഡ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.